بسم الله الرحمن الرحيم. ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തെ പറ്റിയിട്ട് നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ഗൗരവത്തോടു കൂടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ദുആ ചെയ്യാം. അതിനുള്ള സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അങ്ങ് സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയെ. റമളാൻ മുമ്പായതുകൊണ്ട് ശഅബാൻ മാസത്തിൽ സാധാരണ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ നോമ്പ് നോറ്റു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കൊടുത്ത മറുപടി അതിശക്തവും ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു മറുപടിയാണ്. എന്താണ് ആ മറുപടി? അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. എന്താണ് ആ മാസത്തിന്റെ പ്രത്യേകത എന്നറിയോ? ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ വ റമളാൻ. റമളാന്റെയും റജബിന്റെയും ഇടയിൽ ധാരാളം ആളുകളും അശ്രദ്ധരായി പോകുന്ന, ഒരു ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന മാസമാണ് ശഅബാൻ. വളരെ പ്രധാനപ്പെട്ട അടിവരയിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ശരിയായ കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എപ്പോഴാണ് റമളാൻ എന്ന് കാത്തിരിക്കുകയാണ്. റമളാന് മുമ്പുള്ള ദിവസങ്ങളുടെ ശ്രേഷ്ഠതയോ അതിന്റെ മഹത്വമോ അതിലുള്ള കൂലികളോ ഒന്നും നാം ചിന്തിക്കാറില്ല. ഒരു ഖിറാഅത്തിന വരുമ്പോൾ കുറച്ച് ദുആ ചെയ്യും, ഒരു യാസീൻ ഓതുന്നുള്ള അല്ലാതെ അതിന്റെ പവിത്രത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള മാസങ്ങളെക്കാൾ സുന്നത്ത് നോമ്പ് കൂടുതൽ പിടിക്കാനുള്ള കാരണം എന്താണ്? വരാൻ പോകുന്നൊരു വലിയ മാസമാണ്, വരാൻ പോകുന്ന ഒരു പുണ്യമായ മാസമാണ്. ആ മാസത്തെ വരവേൽക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങണം. മോളെ കല്യാണമായി, ഒരു വീട് വെക്കാൻ പോകുന്നു, ഒരു പെരുന്നാമാസം നടത്താൻ പോവാണ്. നമ്മൾ എത്രത്തോളം ഒരുങ്ങും എൻ്റെ പ്രിയപ്പെട്ടവരെ? ഒരു പെൺകുട്ടി ഉണ്ടായ, പെൺകുട്ടി ജനിച്ച അന്നേ മുതൽ ചില വാപ്പാമാർ ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യാണ് മോളെ കെട്ടിക്കാൻ. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റെഡിയാവാണ്. നമ്മൾ ഒന്നിനും റെഡിയാവാത്ത ചില കാര്യമാണ്. റമളാന് മുമ്പേ ഒരു ഒരുക്കമില്ല. നിങ്ങൾ ജുമായ്ക്കോടെ വന്ന് നിങ്ങൾ എന്തോരം ഒരുങ്ങി, നിങ്ങൾ നേരത്തെ കുളിച്ചു, നല്ല ഡ്രസ്സ് ഇട്ടു, നേരത്തെ പള്ളി വന്നു. ഇത്രയും പേര് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമല്ലേ? നേരത്തേക്ക് ആകെ 4-3 പേരുന്ന സമയം ഇത്രയും പേര് ഇപ്പൊ ഒരുമിച്ച് കൂടുന്നു, അതൊരു വലിയ അനുഗ്രഹമല്ലേ? അപ്പൊ എത്രയോ പ്രിപ്പറേഷനായി ആ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോ അള്ളാഹു ആ കൂലി എനിക്ക് തരുമെന്നുള്ള ഉദ്ദേശത്തിലല്ലേ പ്രിയപ്പെട്ടവരെ? അതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നല്ലവണ്ണം ഒരുങ്ങേണ്ട മാസമാണ് ശഅബാൻ. ഒന്ന് ഒരുങ്ങണം. എങ്ങനെ ഇപ്പൊ ഒരുങ്ങണേ? നമ്മുടെ കൽബൊക്കെ ഒന്ന് ശുദ്ധിയാക്കി, ഒന്ന് തൗബ ചെയ്ത് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി ജീവിക്കണം. ഇത് ശഅബാനാണെന്നുള്ള ബോധമുണ്ടാവണം. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. 10 മണിയാകുമ്പോൾ അതൊന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലേ, പള്ളി പോകുന്ന സമയമല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്നവനെ പറ്റി ഇമാമിങ്ങൾ പറയണ എന്നറിയാവോ? അവനെപ്പോലത്തെ അശ്രദ്ധനും വെടക്ക് പിടിച്ചവനും ദുനിയാവിൽ വേറെ ഇല്ല. ഇത് വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധം ഇല്ലാത്തവൻ വെള്ളിയാഴ്ച രാവിനെ കുറിച്ച് ബോധം അവൻ ഉണ്ടായിട്ടുണ്ടാവില്ല, ഒന്ന് ദുആ ചെയ്തിട്ടുണ്ടാവില്ല, റജബിന്റെ അവസാനത്തെ ദിവസമാണെന്നുള്ള ബോധം അവൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അവൻ അശ്രദ്ധവാനാണ്. അങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു അവന് കൊടുക്കുന്ന പണി, അവൻ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ അവനെ അങ്ങനെ മരിപ്പിച്ചു കളയും എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ശ്രദ്ധ അത് വലിയൊരു വിഷയമാണ്. നമ്മളെല്ലാവരും അശ്രദ്ധരാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങൾ നല്ല ശ്രദ്ധയാണ്. എനിക്കൊരു ഹോട്ടലുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, അതിലൊക്കെ നല്ല കെയർഫുൾ ശ്രദ്ധയാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയില്ല. ഹയ്യാല സ്വലാന്ന് വിളിച്ചാൽ പള്ളിയിൽ നിന്ന് ബാങ്കാണല്ലോ വിളിക്കണമെന്നുള്ള ബോധമില്ല. അപ്പോഴും ഫോണിൽ അശ്രദ്ധനാണ് നീ. വിശുദ്ധമായ ഖുർആൻ ഒന്ന് എടുത്തു ഓതാനുള്ള ശ്രദ്ധയില്ല. ദീന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും പഠിക്കാനും ഉള്ള ശ്രദ്ധയില്ല. ചുറ്റുഭാഗത്ത് നടക്കുന്ന വാർത്തകളെ പറ്റി ശ്രദ്ധയില്ല. ഇവിടെ വഖഫ് നിയമത്തിനെ പറ്റിയിട്ടുള്ള നിയമം പാസ്സായി കഴിഞ്ഞിരിക്കുന്നു, അതിനെപ്പറ്റി നമുക്ക് ശ്രദ്ധയില്ല. വഖഫ് സ്വത്തുകൾ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്ന് മുന്നോട്ട് പോകുന്നു. പള്ളികളെല്ലാം സർക്കാരിൻ്റെതാക്കിയെടുത്ത് വഖഫ് മുതൽ, കോടിക്കണക്കിനുള്ള വഖഫ് മുതൽ, പള്ളിയുടെ മുതലല്ലേ, എന്റെ വീടല്ലല്ലോ. ഇവിടെ പാലം വരാൻ നേരത്ത് ഇവിടെ കുറ്റിയിടാൻ വേണ്ടി കേരള സർക്കാർ റെഡിയായപ്പോ
ഇവിടെ എന്റെ വീട് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയിൽ ആളുകൾ അപ്പം ഒരുമിച്ച് കൂടി സംഘം ചേർന്നു, ഒന്ന് മാറ്റിയിടാൻ വല്ല വഴിയുണ്ടെന്നുള്ള യോഗം ചേർന്നു. പക്ഷെ വഖഫ് സ്വത്തിനെ പറ്റിയിട്ട് ചർച്ച വന്നപ്പോൾ ആർക്കും അനക്കൂല. കാരണം എന്താ? വഖഫിന്റെ മുതലാളി അള്ളാഹുവാണ്, എന്റെ അല്ലല്ലോ. അപ്പൊ അടച്ചോ നോക്കിയോളൂ. വഖഫ് സ്വത്തെങ്ങാനും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിക്കോ മുസ്ലിമീങ്ങളെ, നമ്മൾ അടിസ്ഥാനം പോയി. നമ്മളെ ഭൂമിയും പിടിച്ചെടുക്കാൻ പിന്നെ താമസമൊന്നും ഉണ്ടാവില്ല. ഈ ശ്രദ്ധയില്ല. ഫലസ്തീന്റെ മണ്ണിൽ ലക്ഷോപലക്ഷം വരുന്ന കുഞ്ഞുങ്ങൾ ബോംബേറ്റി പിടഞ്ഞു വീണപ്പോ അവിടെ പട്ടിണിപ്പാവങ്ങൾ പിടഞ്ഞു മരിക്കുകയാണെന്നുള്ള ബോധം നമുക്കില്ല. നമ്മൾ അശ്രദ്ധരാണ്. എന്റെ ഫുഡ് എന്റെ വീട്ടിൽ കിട്ടുന്നുണ്ട്, എന്റെ കുട്ടികൾ സേഫ്റ്റിയാണ്, അവർക്കുള്ള ഫുഡ് കിട്ടുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ശ്രദ്ധയില്ല. ഓഫിലത്തിലാണെന്ന് ഖുർആൻ പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. നമ്മൾ പിന്നെ എന്തിനു വേണ്ടി ആ സഹോദരങ്ങളെ, ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല കേട്ടോ, ദീൻ ശരിയായ റസൂലുള്ളാഹിന്റെ ഒരൊറ്റ ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബ വ റമളാൻ, റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് നോക്കി. ജനങ്ങൾ അശ്രദ്ധരാണ്. എത്രത്തോളം ഗുരുതരം, എത്രത്തോളം ഗൗരവം. നമ്മുടെ മുന്നിൽ നടക്കുന്ന മരണങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. എന്തെല്ലാം കൊലപാതകങ്ങൾ ചുറ്റും നടക്കുന്നു. 2 വയസ്സായ കുട്ടിയെ കിണറ്റിയെറിഞ്ഞ് കൊന്നുകളഞ്ഞു കഴിഞ്ഞ ദിവസം. നമുക്ക് ശ്രദ്ധയില്ല, വാർത്ത കേട്ടിട്ട് പോലുമില്ല. ചുറ്റും നടക്കുന്ന രോഗങ്ങളെ കുറിച്ച്, ചുറ്റും നടക്കുന്ന അവസ്ഥകളെ കുറിച്ച് ഒന്നും നമുക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ചതമ്പുരാൻ വ്യക്തമായിട്ട് അശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം ആയത്തുകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന ആയത്ത് എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇറക്കി കൊടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ വിചാരണ അടുത്തു നബിയെ. അവർ മരിക്കാറായി നബിയെ. അസ്റായീൽ അവരെ പിന്നാലെ കൂടിയിട്ട് ദിവസങ്ങളായി നബിയെ. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ, അവർ അശ്രദ്ധയിലാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല. ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലോട്ട് വരൂ എന്ന് പറയുമ്പോഴും അവർ ഫോണിലാണ് നബിയെ. അവർ കണക്കെഴുതുകയാണ്, അവർ കച്ചവടത്തിലാണ്, അവർ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പുറകെയാണ്. അവരെ റൂഹിന്റെ വിളിയാളം മുഴങ്ങിയിട്ടുണ്ട് നബിയേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രാഈൽ മിഅ്റാജും പറഞ്ഞപ്പോ സിദ്റത്തുൽ മുൻതഹ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്റത്തുൽ മുൻതഹ എന്ന ഇലന്ത മരത്തിന്റെ അടുത്തെത്തിയപ്പോഴാ ജിബ്രീൽ പറഞ്ഞത്, നബിയെ തങ്ങളിന് മുന്നോട്ട് പോയി കൊള്ളുക. ആ സിദ്റത്തുൽ മുൻതഹയുടെ ഇല, ആ മരത്തിന്റെ ഇല ഒരു ആനയുടെ ചെവിയുടെ വലിപ്പമുണ്ടെന്നാണ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും പേര് ആ ഇലകളിൽ ഉണ്ടാകും. സുഫിയാന്റെ പേരുണ്ടാവും, നിങ്ങൾ ഓരോരുത്തരുടെ പേരുണ്ടാവും. മരിക്കുന്നതിന് 40 ദിവസം മുമ്പേ, മരിച്ചു പോകുന്നതിന് 40 ദിവസം മുമ്പേ സിദ്റത്തുൽ മുൻതഹ ഇലയിലെ നമ്മുടെ പേരുള്ള ഇല കൊഴിഞ്ഞു വീഴും നമ്മൾ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോ, നമ്മൾ ചിരിക്കുമ്പോ, നമ്മൾ കളിക്കുമ്പോൾ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? മയ്യത്ത് ചിരിക്കുന്നുണ്ട്, മയ്യത്ത് കളിക്കുന്നുണ്ട്, മയ്യത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആലോചിച്ച് നോക്കിയേ, നമ്മളെ പറ്റി ഇപ്പൊ എന്തായിരിക്കും പറയാ? ഇല ഒന്ന് വീണാ തീർന്നു. പിന്നെ 40 days ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒന്ന് തിരിയാൻ പോലും നേരം ഉണ്ടാവില്ല. റോട്ടിൽ പോകുമ്പോൾ, വണ്ടി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? പെരുമ്പാവൂരുണ്ട് ഒരു ബോർഡ്, ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കും, ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കും. എന്തൊരു, നിങ്ങളത് ചിന്തിച്ചത് എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നിസ്കാരം ശ്രദ്ധിക്ക്. റമളാൻ മാസം വരാണ്, ശ്രദ്ധയോടെ ജീവിക്ക്. 30 ദിവസം കഴിഞ്ഞാൽ റമളാനായി. റമളാന്റെ ലൈലത്തുൽ ഖദ്ർ വേണോ? റമളാന്റെ പുണ്യം വേണോ? 30 നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, തറാവീഹിന് വന്നിട്ട് കാര്യമില്ല, മാറ്റമുണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞു, നേരത്തെ ഒന്നൊരുങ്ങണേ, അതിനു വേണ്ടിയുള്ളതാണ് ശഅബാൻ. മഗ്രിബ് നിസ്കാരം മുതൽ ആ സമയം തുടങ്ങും.
ഒരുപാട് പ്രത്യേകതകളുണ്ട് മനുഷ്യരെ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, ഉറക്കൊന്ന് സ്വലാത്ത് പറ, സ്വലാത്തിന്റെ പവർ. മുഹമ്മദ് മുസ്തഫ. ഈ ആയത്ത് ഇറങ്ങിയതും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, മുത്ത് നബി തങ്ങളുടെ മേലിൽ അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലിക്കോ എന്ന ആയത്ത് ഇറങ്ങിയത് ഈ മാസമാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു ശഅബാനു ശഹരി, എന്റെ മാസമാണ്, ധാരാളം സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം. നബി തങ്ങളോട് ചോദിച്ചു, പിന്നീട് നിങ്ങൾ എന്തിനാ നബിയെ കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഒരു മറുപടി കൂടെ പറഞ്ഞു. സ്വഹാബാ വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഒരു കൊല്ലത്തെ അമൽ, കഴിഞ്ഞ ശഅബാൻ 15-ാം രാവിൽ തുടങ്ങി ഈ വരുന്ന ശഅബാന്റെ 15-ാം രാവ് വരെയുള്ള എന്റെയും നിങ്ങളുടെയും ഒരു കൊല്ലത്തെ അമല്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ദുആ, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, സ്വദഖ, സക്കാത്ത്, എല്ലാം ഉയർത്തപ്പെടുന്ന ദിവസം ഈ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് എന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്ന സമയം ഞാൻ നോമ്പുകാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാന്റെ ശ്രദ്ധ നോക്ക്. അപ്പൊ ശ്രദ്ധ മരിക്കരുത്. ബാങ്ക് കേൾക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കും, ബാങ്ക് കേൾക്കുമ്പോ ഒന്ന് മിണ്ടാണ്ടിരിക്കേ. ബാങ്ക് കേൾക്കുമ്പോ പിന്നെ സംസാരിക്കല്ലേ. നീ ബാങ്ക് കേൾക്കുമ്പോ സംസാരിച്ചുകൊണ്ട്, നീ ഫോണിലാണെങ്കിൽ ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഒരു പണ്ഡിതൻ ചർച്ചയുണ്ട്, ഈ പിന്നെ ബാങ്ക് കേട്ടോണ്ടിരിക്കുമ്പോ കിതാബ് നോക്കിക്കൊണ്ട് നിൽക്കാമോ ഉസ്താദ്, എന്തെങ്കിലും വായിക്കാമോ? ബാങ്ക് കേൾക്കുമ്പോ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ബാങ്ക് കേൾക്കുമ്പോ ബാങ്ക് ശ്രദ്ധിക്കണം, ബാങ്ക് ശ്രദ്ധിക്കണം. എന്നിട്ടോ പള്ളിയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു വലിയവനാണ്, ശ്രദ്ധിക്ക്. നമുക്ക് ശ്രദ്ധയില്ല, 5 വക്തും കേൾക്കണല്ലേ, ചിലപ്പോ കേൾക്കൂല, ചിലപ്പോ കേൾക്കുമല്ല. നമ്മൾ എത്ര നാളായി സുബഹി ബാങ്ക് കേട്ടിട്ട്, അസ്സലാത്തു ഖൈറും മിന്നൂം കേട്ടിട്ട് എത്ര നാളായി? അപ്പൊ ആ ബാങ്ക് കേൾക്കുന്നത് ശ്രദ്ധിച്ചാ മാത്രം പോരാ, അതിന് ജവാബ് കൊടുക്ക്, ബാങ്കിന് തന്നെ ജവാബ് കൊടുക്കുക. അതല്ലേ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് സുബഹി ബാങ്ക് എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ച് അവസാനം ഒരു സുബഹിയായപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ ബാങ്ക് കൊടുത്തപ്പോ കൂടെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടുകൂടി അങ്ങ് മരണപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടണോ? ബാങ്ക് ശ്രദ്ധിച്ച് മറുപടി കൊടുത്താ മതി. ശ്രദ്ധയില്ലയോ? ബാങ്കിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലയോ? സമയമില്ലയോ? അത് ഇനിയും കേൾക്കൂല. ഇനി പറഞ്ഞാലും ബാങ്ക് കേട്ടാലും നമ്മൾ കേട്ടില്ലയോ? ഒരു കാര്യം എഴുതി വെച്ചോ, മരിക്കുന്ന സമയത്ത് നല്ലൊരു വാക്ക് പറയാൻ അല്ലാഹ് അനുവദിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റൂലെന്ന്. നാവ് കുഴഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നിസ്കാരത്തിന്റെ ടൈമാണ്. അവ്വൽ വഖ്ത് നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാവട്ടെ. ഖുർആൻ ഓത്, ദിക്ർ ചൊല്ല്, സമയം കളയല്ലേ, വേസ്റ്റ് ആക്കല്ലേ. നമ്മുടെ മുന്നിലുള്ള മരണങ്ങൾ കണ്ടോ? നമ്മുടെ മഹല്ലിലെ മരണങ്ങൾ കണ്ടോ? നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന അപകടങ്ങൾ കണ്ടോ? സമയമില്ല. ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇശ്മാ ശിഅ്ത നബിയേ ഫഇന്നക മയ്യിതു. ശ്രദ്ധയോടുകൂടി ജീവിക്കണേ നബിയേ. അല്ലാഹ് പറഞ്ഞു വിട്ടതാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ജീവിക്കല്ലേ നബിയേ. ഇശ്മാ ശിഅ്ത, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിച്ചോളൂ. ഫഇന്നക മയ്യിതുൻ, നിങ്ങൾ മരിക്കും നബിയേ. നബി തങ്ങളോടത് പറയേണ്ട കാര്യം യഥാർത്ഥത്തിൽ ജിബ്രീലിനില്ല. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാ പറഞ്ഞത്? എന്നോട് നിങ്ങളോടാ പറഞ്ഞത്. നമ്മുടെ പേര് വിളിച്ചേ, സ്വന്തം നമ്മുടെ പേര് വിളിച്ചേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, സുഫിയാനെടാ, നീ തോന്നിയതുപോലെ ജീവിക്കും, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചോ, പക്ഷെ നീ മരിക്കും. മാത്രമല്ല നബി തങ്ങളോട് പറയുന്നു, അഹബ്ബ മിൻ ശിഅ്ത ഫഇന്നക മുഫാറഖതഹു. നിനക്ക് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം നീ കൂട്ടുകൂടിക്കോ. നീ ആരെ വേണോ കൂട്ടുകാരായിക്കോ. നിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് സമ്പന്നരെ, പണക്കാരെ, കൂട്ടുകാരെ, നല്ല കുടുംബക്കാരെ ഒക്കെ നീ ഏറ്റെടുത്തോ, നീ കൊണ്ടുകിടന്നോ.
പക്ഷെ ഒരു ദിവസം അവരെയൊക്കെ വിട്ടുപിരിഞ്ഞ് നീ പോവെന്ന്. നീ എന്ത് വേണോ ചെയ്തോ, പക്ഷേ ഓരോ അമലുകൾക്കും പ്രതിവിധി അള്ളാഹുവിന്റെ അടുക്കൽ പറയേണ്ടി വരും. എന്നിട്ട് മുത്തുനബി തങ്ങളോട് ജിബ്രീൽ പറയുന്നുണ്ട്, അന്ന ശറഫൽ മുഅ്മിന ഖിയാമുൽ ലൈൽ. ഒരു മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തെന്നറിയോ? അവന്റെ മാന്യത എന്തെന്നറിയോ? നമ്മൾ പറയാറില്ലേ, അവൻ നല്ല മാന്യനായ മനുഷ്യനാട്ടോ. എന്തടിസ്ഥാനത്തിലാ ദീനിൽ മാന്യൻ എന്ന് പറയാൻ യോഗ്യതയുള്ളത് ആരാ? പള്ളിയിൽ വന്ന ഖത്തീബ് മാന്യന എന്ന് പറയാൻ പറ്റൂല. ജമാഅത്ത് കമ്മിറ്റിക്കാര് മാന്യന്മാരാ പറയാൻ പറ്റൂല. സാധാരണക്കാരെ നമ്മൾ ഓരോരുത്തരും മാന്യന്മാരാണ് ദീനിന്റെ ഉള്ളിൽ പറയുന്നത്. മഹാന്മാര് പഠിപ്പിക്കുന്നു, റസൂലുള്ള പറയുന്നു, രാത്രി കാലങ്ങളിൽ നിസ്കരിക്കുന്നവരാണ് മാന്യന്മാർ. ഏറ്റവും വലിയ അന്തസ്സുള്ളവനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ജനങ്ങളെ തൊട്ട് ഒഴിവായവനാണ് ഏറ്റവും വലിയ പ്രതാപവാൻ. എല്ലാ ആവശ്യങ്ങളും ജനങ്ങളോട് ചോദിക്കും, കുറച്ച് കാശുണ്ടോ തരാൻ? ഒരു നാണം ഉണ്ടാവില്ല. അവിടെയും ചോദിച്ച്, ഇവിടെയും കടം വാങ്ങി, അവിടെയും ചോദിച്ച്, ഉണ്ടായിട്ട് കയ്യിൽ എല്ലാ സംവിധാനം ഉണ്ടായിട്ട് ഇങ്ങനെ ജനങ്ങളോട് അത് വൈദ്യുത അങ്ങനെ ചോദിച്ച് നടക്കുന്നവന് അഭിമാനം നഷ്ടപ്പെട്ടവനാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ചോദിക്കേണ്ടത് റബ്ബിനോട്, ഏറ്റു പറഞ്ഞ് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ചോദിച്ച് എല്ലാം നീ വാങ്ങുള്ള നിനക്ക് തരും. അതുകൊണ്ട് സഹോദര, ശ്രദ്ധയോടുകൂടി ജീവിക്ക്. ഓരോ സെക്കൻഡും മരിക്കുമെന്നുള്ള ശ്രദ്ധ ഉണ്ടാവ്. ഓരോ സമയത്ത് നിന്റെ ആരോഗ്യം കുറഞ്ഞു വരികയാണെന്ന് ശ്രദ്ധിക്ക്. ചുറ്റും 3-ൽ ഒരാൾക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം നീ മനസ്സിലാക്ക്. മാരക രോഗങ്ങൾ ചുറ്റുമെന്നുള്ള ബോധ്യമുണ്ടാകുക. എന്നിട്ട് ഇനി അടുത്ത സെക്കൻഡിൽ എന്റെ മരണമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഉള്ള സമയം അള്ളാനെ ഓർത്ത് ജീവിക്ക്. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ജ്യേഷ്ഠന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 2000 രൂപ സംഭാവന.